ഹലോ കുട്ടികളെ, അപ്പോൾ നമ്മൾ +2 മാത്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ പാർട്ട് 2 ആണ്. അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസും ഇൻ്റഗ്രേഷൻ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും. ലിമിറ്റ് ഉള്ളത് ഡെഫിനിറ്റും ലിമിറ്റ് ഇല്ലാത്തത് ഇൻഡെഫിനിറ്റും. ലിമിറ്റ് എന്ന് പറയുമ്പോൾ 1 to 2, 2 to 3 ഇല്ലേ. ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷനും നിങ്ങൾ ഒരുമിച്ച് വേണം പഠിക്കാൻ. അതിന് ഏതൊക്കെ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുമെന്ന് ഞാൻ പറയണം. അതിൽ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ ശ്രദ്ധിക്കുക. ടെക്സ്റ്റിൻ്റെ അകത്ത് ഒരു 5-6 പ്രോബ്ലംസേ ഉള്ളൂ. അത് അതേപോലെ പഠിക്കുക. അതിൽ ഒരെണ്ണം കിട്ടിയിരിക്കും, അതിൽ ഒരു ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനെ ഇപ്പോൾ എടുത്തിരും. ഓക്കെ, നെക്സ്റ്റ് ഇത് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലും ഉണ്ട്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിലും ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് -1 to 2 x³ - x ചാടിക്കയറി നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യരുത്. കാരണം മോഡ് വന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ അകത്ത് കിടക്കുന്നു. നമുക്കുള്ള ഇന്റർവൽ ഏതാ? -1 to 2 അല്ലേ. അപ്പം നിങ്ങൾ ചുമ്മാ ഒരു നമ്പർ ലൈൻ ഇങ്ങനെ വരയ്ക്കാം. -1 മുതൽ 2 വരെയുള്ള നമ്പേഴ്സ് ഒന്ന് മനസ്സിൽ മാർക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇതിൽ മാർക്ക് ചെയ്യും. -1 0 1 2 ഇങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ചിന്തിക്കണം. ഈ ഇന്റർവലിന്റെ അകത്ത് നമ്മളെ ഫംഗ്ഷൻ f of x എന്ന് പറഞ്ഞ് നിങ്ങൾ x³ - x എടുക്കുക. f of x എന്ന് പറഞ്ഞാൽ x³ - x എടുക്കുക. ആ x³ - x ഈ ഇന്റർവലിന്റെ അകത്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യാൻ വേറെ ഒന്നുമില്ലടാ. ഈ ഇന്റർവലിന്റെ അകത്ത് വരുന്ന ഇഷ്ടമുള്ള വാല്യൂ എക്സിന് പകരം കൊടുക്കുക. കാൽക്കുലേറ്റർ എടുത്ത് വെക്കുക നിങ്ങൾ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോക്കുക. -1 ഉം 0 ഇടയിലുള്ള ഒരു വാല്യൂ എടുക്കുക. ഞാൻ -0.5 എടുത്തു. -0.5 എടുത്തു. അതുകൊണ്ട് ഈ ഇന്റർവലിന്റെ അകത്ത് ഇട്ട് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ x³ എക്സിന് പകരം -0.5 ദ ഹോൾ ക്യൂബ് -0.5 ചുമ്മാ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ മതി. ഓക്കെ, -0.5 ദ ഹോൾ ക്യൂബ് മൈനസ് ആരാ -0.5. അപ്പൊ എനിക്ക് അത് പോസിറ്റീവ് എന്ന് കിട്ടും. ഇവിടുത്തെ വാല്യൂ എന്ന് കിട്ടും. ഈ ഇന്റർവലിന്റെ അകത്തുള്ള വാല്യൂ പോസിറ്റീവ് എന്ന് പറഞ്ഞ് കിട്ടും. എനിക്ക് +0.375. അപ്പൊ ഈ ഇന്റർവലിന്റെ അകത്ത് ഫംഗ്ഷൻ പോസിറ്റീവ് ആണ്. അടുത്ത ഇന്റർവൽ ചെക്ക് ചെയ്യുക. 0 to 1 മാനുവലി ചെക്ക് ചെയ്താൽ അതെ. 0 to 1 അകത്ത് ഒരു വാല്യൂ എടുക്കുക. 0 മുതൽ 1 വരെയുള്ള ഒരു വാല്യൂ പറയാം. അതിന്റെ അകത്ത് ഇടയിലുള്ള ഇഷ്ടമുള്ള വാല്യൂ പറയടാ. 0.5 എടുക്കാം. 0.5 ആ 0.5 കൊണ്ട് ഈ ഇതിന്റെ അകത്ത് x³ - x ഇട്ട് വെക്കുക. അപ്പൊ എത്ര? 0.5⁻³ -0.5. അപ്പൊ എനിക്ക് -3.75 ആണ് കിട്ടുന്നത്. നെഗറ്റീവ് ആകുന്നത്. അപ്പൊ ഈ ഇന്റർവലിന്റെ അകത്ത് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്ട? നെഗറ്റീവ് കിട്ടി. എനിക്ക് ഈ ഇന്റർവൽ ഫംഗ്ഷൻ എന്ത് കിട്ടിയടാ? നെഗറ്റീവ് കിട്ടി. ഇവിടെ പോസിറ്റീവ് കിട്ടി. അടുത്ത് 1 to 2 ചെക്ക് ചെയ്യുക. 1 to 2 ഇടയിൽ ഇഷ്ടമുള്ള വാല്യൂ എടുക്കുക. 1 to 2 ഞാനൊരു 1.5 എടുത്തു. 1 to 2 എത്ര എടുക്കുകയാണ്? ഒരു 1.5 എടുത്തു. ഇതിന് നിങ്ങൾക്ക് 1 to 2 ചെക്ക് ചെയ്യാൻ വേണേൽ 1 to 1.5 വീണ്ടും ബ്രേക്ക് ചെയ്യാൻ ചിന്തിച്ചോണം. ഞാൻ 1 to 2 ചെക്ക് ചെയ്ത് വെറുതെ ചെക്ക് ചെയ്യുന്നുള്ളൂ. ചിലപ്പം 1 to 1.5 ഇടയിലും പിന്നെ 1.5 to 2 ഇടയിൽ വേറെ ഇന്റർവൽ ആയിരിക്കാം. നിങ്ങൾ മനസ്സിലും കൂടെ ഒന്ന് ആലോചിച്ചോണം. 1 to 5 ഒരു 1.5 കൊടുക്കാം. 1.5⁻³ -1.5 എനിക്കത് പോസിറ്റീവാണ് കിട്ടിയ. അപ്പൊ ചിന്തിക്കുക, ചേഞ്ച് ഉണ്ട്. ആദ്യം പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ഇന്റർവെല്ലുള്ള സെപ്പറേറ്റ് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ -1 മുതൽ 0 വരെ ഫംഗ്ഷൻ പോസിറ്റീവ്, 0 to 1 വരെ ഫംഗ്ഷൻ നെഗറ്റീവ്, 1 to 2 വരെ ഫംഗ്ഷൻ പോസിറ്റീവ്. അങ്ങനെ വേണം നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ. പോസിറ്റീവ് പോസിറ്റീവ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നെഗറ്റീവിന് കറക്റ്റ് നെഗറ്റീവ് ഇട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യാൻ എല്ലാ കുട്ടികൾക്കും അറിയാം, ബേസിക് ആണ്. x³ ഇന്റഗ്രൽ ആരാണ് കുട്ടികളെ? ഇത് പോസിറ്റീവ് എന്ന് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ പോസിറ്റീവ് കാര്യങ്ങൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇന്റഗ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. എങ്ങനെ ചെയ്യും നിങ്ങൾ ഇന്റഗ്രേറ്റ്? എങ്ങനെ ചെയ്യും? അത് x³ ഇന്റഗ്രൽ ആരാ? x⁴/4 മൈനസ് എക്സിൻ്റെത് x²/2 അല്ലേ. പവർ ഒന്ന് ആഡ് ചെയ്യുക, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. -1 to 0 പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ മൈനസ് ഇട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. വേറൊരു ബ്രാക്കറ്റ് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് x³ ആരാ? x⁴/4 മൈനസ് എക്സിൻ്റെ ആരാ? x²/2. എന്നിട്ട് ലിമിറ്റ് കൊടുത്ത് നോക്കാം. ലിമിറ്റ് ആരാണ്? 0 to 1. ലിമിറ്റ് ഒക്കെ കൊടുത്തിട്ട് അവസാനം നെഗറ്റീവ് അകത്ത് കയറ്റിയാൽ മതിയേ. പ്ലസ് ഇയാളുടെ ആരാ? x⁴/4 മൈനസ് x²/2 ലിമിറ്റ് കൊടുക്കണം. ആരാ? 1 to 2. എല്ലാവർക്കും ലിമിറ്റ് കൊടുക്കാൻ അറിയാലോ. ആദ്യം അപ്പർ ലിമിറ്റ് എക്സിന് കൊടുക്കണം, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അങ്ങനെ ലിമിറ്റ് കൊടുത്ത് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ആൻസർ 11/4 എന്ന് കിട്ടും. അറൗണ്ട് 11/4 ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. ആദ്യം ലിമിറ്റ് എങ്ങനെ കൊടുക്കും? ആദ്യം അപ്പർ ലിമിറ്റ് ആഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഈ എക്സിനൊക്കെ സീറോസ് കൊടുക്കുക, മൈനസ് പിന്നെ ഈ ലോവർ ലിമിറ്റ് -1 കൊടുക്കുക. വീണ്ടും ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, എക്സിനൊക്കെ അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അങ്ങനെയാണ് എന്താ ആഡ് ചെയ്യാൻ? ലിമിറ്റ് ആഡ് ചെയ്യാൻ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ?
ലിമിറ്റ് ആഡ് ചെയ്യാൻ ആർക്കെയും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ലിമിറ്റ് ആഡ് ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം ലിമിറ്റ് ആഡ് ചെയ്ത് പറഞ്ഞുതരാണ്, ഇയാൾ മാത്രം. ഓക്കെ, അങ്ങനെ ലിമിറ്റ് ആഡ് ആദ്യം ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. പാര 0⁴/4 മൈനസ് 0² അപ്പർ ലിമിറ്റ് 0² അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ് ആരാണ്? -1 കൂടെ ആരാണ്? -1⁴/4 മൈനസ് -1/2/2. ഇതാണ് ഇയാളുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ്. സിമിലർലി ഇയാളുടെ ചെയ്യുക, ഇയാളുടെ ചെയ്യുമ്പോൾ വെളിയിൽ ഒരു നെഗറ്റീവ് ഉള്ള കാര്യം കൂടെ ഓർത്തോളുക. ആൻസർ 11/4 എന്ന് കിട്ടും. പഠിച്ചു വെച്ചേക്കുക. എക്സാമിന് ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഈ മോഡ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം കുട്ടികളെ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കുക. ബാക്കി ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഈ 4 ക്വസ്റ്റ്യൻസ് ബാക്കി ക്വസ്റ്റ്യൻ ചെയ്തു നോക്കുക. അതിന്റെ കൂടെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ ഓർ എഴുതി എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, അവിടെ സമയം കളയണ്ട. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടെസ്റ്റ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഇന്റഗ്രൽ എന്ന ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു ടെക്സ്റ്റിന്റെ അകത്ത് ഒരു 5-6 ക്വസ്റ്റൻസേ ഉള്ളൂ. അത് അത്രയും പഠിക്കണം, ഉറപ്പായിട്ട് പഠിക്കണം. ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യല് ഒന്നും മനസ്സിലായാലും കാണാതെ പഠിക്കണം. അങ്ങനെ ഒരു കുഴപ്പമില്ല. അതിനെങ്കിലും കാണാൻ പഠിക്കും. വളരെ 5 ക്വസ്റ്റിനെ കാണാൻ പഠിക്കുക. എല്ലാവർക്കും ജയിക്കണമെങ്കിൽ കാണാൻ പഠിക്കുക. 5 ക്വസ്റ്റിനുകൾ ആ ചാപ്റ്ററിൽ. അതിന്റെ ആൻസർ കാണാൻ പഠിച്ചിട്ട് പോകും. അതിൽ ഒരു ക്വസ്റ്റിനെ ചോദിക്കോളൂ. ഇൻ കേസ് ട്വിസ്റ്റ് ചോദിച്ചാൽ ഇതാണ് ട്വിസ്റ്റ്. ഭയങ്കര സിമ്പിൾ ആണ്, ട്വിസ്റ്റ് ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y = cos x എന്ന് പറഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? y dx ഏത് മുതൽ ഏത് വരെയാ? 0 to 2π വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ cos x നെ 0 മുതൽ 2π വരെ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ആൻസർ കിട്ടും. പക്ഷെ നിങ്ങൾ cos x നെ 0 to 2π വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ ആൻസർ 0 എന്ന് കിട്ടും. ആൻസർ എന്ന് കിട്ടും 0 ആയിപ്പോകും. അതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതും ഈ മോഡിന്റെ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ കയറി വരും. കാരണം cos x ന്റെ ഗ്രാഫ് 0 മുതൽ 2π ഞാൻ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇതാണ് cos x ന്റെ ഗ്രാഫ്. 0 മുതൽ 2π വരെയുള്ള cos x ന്റെ ഗ്രാഫ് ഇതാണ്. ഈ ഗ്രാഫ് നിങ്ങൾ നോക്കുമ്പോൾ 0 to π/2 വരെ പോസിറ്റീവാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എടുക്കും. ഇന്റഗ്രൽ 0 to π/2 cos x dx പ്ലസ് π/2 to 3/2 വരെ cos x നെഗറ്റീവാണ്. കാരണം cos അടിയിലാണ് കിടക്കണം. പക്ഷെ ഏരിയ ആയതുകൊണ്ട് പോസിറ്റീവായിട്ട് കൺസിഡർ ആകും. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഒരു വലിയൊരു മോഡ് ഇട്ടിട്ട് ഏത് മുതൽ ഏതൊരു ചെയ്യണം? π/2 to 3π/2 വരെ ചെയ്യണം. എഗെയിൻ cos x. നേരത്തെ ക്വസ്റ്റ്യൻ പോലെ അല്ല, ഇത് ഏരിയ കണ്ടുപിടിക്കാൻ മോഡ് ഇടുന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൻസർ നെഗറ്റീവ് ആയിട്ട് കിട്ടുന്നവന് നിങ്ങൾ എന്തായാലും എടുക്കണം? പോസിറ്റീവായിട്ട് എടുക്കണം. പ്ലസ് അടുത്ത ഇന്റർവെൽ ആരാ? 3π/2 2π വരെ. എഗെയിൻ 3π/2 മുതൽ 2π വരെ വീണ്ടും cos x നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതാണ് ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ വേണം നിങ്ങൾ cos x ന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. കാരണം 0 to π/2 വരെ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യണം. പിന്നെ π/2 to 3π/2 വരെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ ഏരിയ നെഗറ്റീവ് ആകാൻ പാടില്ല. അതുകൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക, അതിനെ മോഡ് എടുക്കുക. പ്ലസ് സ്പ്ലിറ്റ് 0 to π/2 വരെ ചെയ്യുക, π/2 to 3π/2 വരെ ചെയ്യുക, 3π/2 2π വരെ എന്ത് ചെയ്യുക? cos x ഇന്റഗ്രേറ്റ് ചെയ്യുക. പ്രൊവൈഡഡ് നെഗറ്റീവ് വരാൻ പാടില്ല. ഏരിയ ആയതുകൊണ്ട് നെഗറ്റീവ് വരാൻ പാടില്ല. അതുകൊണ്ട് അവിടെ മോഡ് ഇട്ടു. നേരത്തെ മോഡിന്റെ കോൺസെപ്റ്റ് അല്ല, ഇത് വേറെയാണ്. ക്ലിയർ? ഏരിയയുടെ കോൺസെപ്റ്റ്. അപ്പൊ 0 to 2π വരെ ഒറ്റയടിക്ക് ചെയ്ത ആൻസർ നെഗറ്റീവ് ആയി പോകും. ഒറ്റയടിക്ക് ചെയ്യാതെ സ്പ്ലിറ്റ് ചെയ്യണം. 0 to π/2 വരെ ആദ്യം ചെയ്യണം, π/2 to 3π/2 വരെ, 3π/2 2π വരെ ചെയ്യണം. ഇത് നെഗറ്റീവ് ആയി പോകും ഏരിയ. അതുകൊണ്ട് അവിടെ ഒരു മോഡ് ഇട്ടോളൂ. ഇനി ആൻസർ ചെയ്താൽ മതി. യു ഗെറ്റ് ദ ആൻസർ. നിങ്ങൾക്ക് ആൻസർ എമൗണ്ട് എത്ര കിട്ടും? ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണെടാ. എനിക്ക് തോന്നുന്നു ആൻസർ 4 എന്ന് കിട്ടും കേട്ടോ. നിങ്ങൾ ഓർത്തിരുന്നോ ഈ ക്വസ്റ്റ്യൻ ആൻസർ? 4. എന്തെങ്കിലും കാരണം വെച്ചാൽ തെറ്റിയാൽ ഓർത്തിരിക്കുക. സാറ് പറഞ്ഞു cos x ന്റെ ഏരിയ ഇത് മുതൽ ഇതുവരെ 4 ആണെന്ന് പറഞ്ഞ് ഓർമ്മയിലിരിക്കട്ടെ. എക്സാമിന് ചെയ്തോണം കേട്ടോ. ലിമിറ്റ് പോകാം. ചിലപ്പോൾ 0 to π/2 വരും. 0 to π എന്ന് എല്ലാവരും ചോദിക്കുന്ന എക്സാമിൽ. അത് നിങ്ങൾ ചെയ്താൽ 0 to ആൻസർ. അപ്പൊ അത് 0 to π/2 to π വരെ ചെയ്യുക. ഓർത്തിരിക്കുക. ഇതാണ് എന്റെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നോക്കിക്കോളൂ ഈ ചാപ്റ്റർ. ഫുൾ മാർക്കിന് പഠിക്കുന്ന എല്ലാ കുട്ടികളും ഇത് പഠിക്കണേ. നിങ്ങളെ ഫ്രണ്ട്സ് A+ ഫുൾ മാർക്കിനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അയച്ചു കൊടുക്കണേ കേട്ടോ. ഇത് പഠിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഫുൾ മാർക്കോ A+ പോയി കളയേ. പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ചാപ്റ്റേഴ്സിന്, അപ്പൊ ഓരോ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പുവരുത്തുക. ഓൾ ദി ബെസ്റ്റ്.